إن الحمد لله وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ബഖറ 207-ാമത്തെ ആയത്ത്. ഈ ആയത്ത് മുൻ ആയത്തുകളിൽ നിന്നും തികച്ചും വിപരീതമായ സജ്ജനങ്ങളെ കുറിച്ചുള്ള ആയത്താണ്. എങ്ങനെയാണ് സൽസ്വഭാവികൾ ഭൂമിയിൽ പ്രവർത്തിക്കുന്നതെന്ന് അള്ളാഹു നമുക്ക് കാണിച്ചു തരികയാണ്. ഒമനന്നാസി, എന്നാൽ ജനങ്ങളിലുണ്ട്, മയ്യശ്രീ നഫ്സഹു, സ്വന്തം ദേഹത്തെ തന്നെ വിൽപ്പന നടത്തിയവർ. സ്വന്തം ദേഹത്തെ തന്നെ വിൽപ്പന നടത്തിയവർ ജനങ്ങളിലുണ്ട്. അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം ദേഹങ്ങളെ തന്നെ വിൽപ്പന നടത്തിയവരും ജനങ്ങളിലുണ്ട്. അല്ലാഹു റഊഫും ബിൽ ഇബാദ്, അടിമകളോട് അല്ലാഹു തആല അങ്ങേയറ്റം കൃപ കാണിക്കുന്നവനാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചത് ശുഐബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. ശുഐബ് റളിയല്ലാഹു അൻഹു റോമക്കാർ ഇറാഖിൽ നിന്നും പിടിച്ചുകൊണ്ടുവന്ന് പല നിലകൾ മാറി മാറി വന്ന് അവസാനം മക്കത്ത് എത്തിപ്പെട്ട ഒരു അടിമയായ മനുഷ്യനായിരുന്നു. അങ്ങനെ അദ്ദേഹം പലതരത്തിലുള്ള ബിസിനസ്സുകളും കച്ചവടങ്ങളും നടത്തി അഭിവൃദ്ധി പ്രാപിച്ചു. അങ്ങനെ മദീനത്തേക്ക് ഹിജറ പോകുന്ന സന്ദർഭം അദ്ദേഹത്തോട് മക്ക മുശ്രിക്കുകൾ അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് പറയുകയാണ്, സ്വൈബേ, നീ അങ്ങേയറ്റം ദരിദ്രനായിട്ടാണ് ഈ മക്കത്തേക്ക് വന്നത്. ഇവിടെ നിന്നും സമ്പാദിച്ച ഈ മുതലുകൾ കൊണ്ട് നീ മദീനത്തേക്ക് യാത്ര തിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിനെ തടയുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹത്തിന്റെ സർവ്വ സമ്പാദ്യങ്ങളും ആ മക്കത്ത് ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങനെ മദീനത്തേക്ക് ഹിജറ പോവുകയാണ്. ഇതാണ് ഇതിന്റെ സബബുൻ നുസൂൽ സന്ദർഭം എന്ന് ചില മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചു കാണുന്നു. അല്ലെങ്കിൽ അതുപോലത്തെ സന്ദർഭങ്ങളും അതുപോലത്തെ സംഭവങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വരാവുന്നതാണ്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? അത്തരം സ്വഹാബി വര്യന്മാർ സ്വന്തം ദേഹത്തെ തന്നെ വിൽപ്പന നടത്തി അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ സകലതും ത്യജിക്കാൻ അവർ കാരണമായി. ഈ വിവരം അറിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സുഹൈബ് ഇതാ നേടിയിരിക്കുന്നു, അദ്ദേഹം വിജയം പ്രാപിച്ചിരിക്കുന്നു, അദ്ദേഹം ഇതാ നേടിയിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. അദ്ദേഹം ഇതാ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തം വലിയൊരു പ്രശംസ അള്ളാഹുവിന്റെ റസൂലിൽ നിന്നും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അള്ളാഹുവിൽ നിന്നും ഇത്തരം പ്രശംസ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഇത്തരം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഭൂമിയിലുള്ള സജ്ജനങ്ങളായ അള്ളാഹുവിന്റെ മാർഗത്തിൽ സർവവും ത്യജിക്കാനും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാനും തയ്യാറാകുന്ന നല്ല മനസ്സുള്ള മനുഷ്യരെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ വിശദീകരിക്കുന്നത്. ഇത്രയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാനുള്ളത്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.